ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഇഫ്താർ റെസിപ്പിയുമായിട്ടാണ്, ബ്രെഡ് സ്റ്റിക്ക്. അപ്പോൾ ഈ ബ്രെഡ് സ്റ്റിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 5 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഉപയോഗിച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാ സൈഡ്സും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക, അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്കൊരു പച്ചമുളക്, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർക്കണം. ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ബ്രെഡ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു ബ്രെഡ് 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു സ്റ്റിക്ക് രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. പിന്നെ ആവശ്യത്തിന് ബ്രെഡ് ക്രംസും കൂടി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്രെഡ് സ്റ്റിക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാ ബ്രെഡ് സ്റ്റിക്കും ഇതുപോലെ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. ഈ ബ്രെഡ് സ്റ്റിക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്